ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ജയ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കേട്ടോ, എനിക്കിത് വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്ത് നോക്കുകയാണ്, ഒരു പരീക്ഷണമാണ്. കാരണം എന്നും ഒരേപോലെ ഉണ്ടാക്കി ബോറടി, അതല്ലാതെ ഇതോ ഇങ്ങനെ വേണ്ട, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളും കേട്ട് കേട്ട് എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ആലോചനയിലാണ് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്റെ തോട്ട് പ്രോസസ്സിൽ വന്ന ഒരു കാര്യമാണ്. ആ രീതിയിൽ ഒരു പറാത്ത സ്റ്റൈലില് ഒരു പരീക്ഷണമാണ് ഇന്ന് നടത്തുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഗോതമ്പ് മാവൊക്കെ കൊണ്ട് തന്നെയാണ്. പക്ഷെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെ പറാത്ത എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, ഇത് ഇങ്ങനെ ഒരു വിഭവം, ഇങ്ങനെ ഒരു ഡിഷ് നമ്മൾ ഉണ്ടാക്കിയാല് പ്രത്യേകിച്ച് അതിനൊരു കറി തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ അത് എനിക്കും ഒരു ബെനിഫിറ്റ് ആണ്, കഴിക്കുന്ന ആൾക്കാർക്കും ഒരു സുഖം. അങ്ങനെ രണ്ടും തീരുമാനിച്ച് ഞാനിന്ന് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പറാത്തയുടെ റെസിപ്പിയാണ്. അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പുതിന ഇലയും അതേപോലെ പൊട്ടാറ്റോ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പുതിയ ഫ്ലേവർ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ആലു മിന്റ് പറാത്ത എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആലു മിന്റ് പറാത്ത ചെയ്യുന്നതെന്ന്. അതേപോലെ അതിന്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം പരിചയപ്പെടാം. അപ്പൊ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഗോതമ്പ് മാവ് ഞാൻ ഈ ഒരു കയ്യിലിന് 3 കയ്യിൽ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി, അതേപോലെ ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് ഗാർലിക്. ഇതൊക്കെയാണ് ഫ്ലേവറിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പ്രധാന ഫ്ലേവറായ മിന്റ്, അതായത് പുതിന ഇലയും കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഇതൊരു 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് തോല് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ആദ്യം ഇതുപോലൊരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് സ്റ്റൗ ഓൺ ചെയ്ത് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിൻ ഫ്ലേവറിനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ഈ വെളുത്തുള്ളി, അതേപോലെ എണ്ണ ചൂടായിട്ടില്ല, എണ്ണ ഇപ്പം ചൂടാവും. വെളുത്തുള്ളി, അതേപോലെ ഈ ചെറിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും ഈ കഴുകി വെച്ചിരിക്കുന്ന ഈ പുതിന ഇലയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി നല്ലൊരു ഫ്ലേവർ നന്നായി വരാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. കാരണം അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോട്ടെ, അതിന് വേണ്ടിയിട്ട്. ഇതപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് ആയിക്കഴിഞ്ഞു. മതി, ചെറുതായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരേണ്ട ആവശ്യമുള്ളൂ. അത്രയും ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റോളം വഴറ്റി കൊടുത്താൽ മതി. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് നന്നായി ചൂടാറിയ ശേഷം അരച്ചെടുക്കാം. അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പുതിന ഇലയും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വഴറ്റി വെച്ചത് ഒന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. ചെറിയ രീതിയിലുള്ള ചില മസാലകൾ. ഇത് ആദ്യം നന്നായിട്ടൊന്ന് ഞാൻ മാഷ് ചെയ്തെടുക്കട്ടെ. ഇനി നമ്മൾ ഇങ്ങനെ ഈ നല്ലപോലെ മാഷ് ചെയ്ത് വെച്ച ഈ പൊട്ടാറ്റോയിലേക്ക് നമ്മൾ കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്യാൻ പോകണം. അതൊരു 3 ഇൻഗ്രീഡിയൻസ്. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇത് കംപ്ലീറ്റ് ഇടാം. അതേപോലെ ഇത് കുറച്ച് പെരിഞ്ചീരകത്തിന്റെ പൊടിയാണ്. ഈ സോമ്പ് എന്ന് പറയില്ലേ, അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതൊരു നല്ല ഫ്ലേവർ ആയിരിക്കും, അതുകൊണ്ട് അതും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഉപ്പിട്ട് വേവിച്ചതല്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇത്രയും മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പുതിന ഇല, ഇതിപ്പോ നല്ലപോലെ ആറിക്കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതിപ്പോ കണ്ടോ, നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കൂട്ട് അങ്ങനെ ഈ ചപ്പാത്തി മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കും ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ചപ്പാത്തി ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതെല്ലാം ചേർത്ത് കുഴച്ചെടുക്കണം. ഇതിന്റെ കൂടെ നമ്മൾ ഈ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടാറ്റോയും ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ചപ്പാത്തി മാവിനി സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ
നല്ലപോലെ കുഴക്കണം. കുറച്ച് മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്യാം, കാരണം നന്നായിരിക്കും കളർ കാണാനായിട്ട്. ഇത് നല്ലപോലെ നമുക്ക് ഒന്ന് കുഴച്ച് തുടങ്ങാം. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ട് ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ, ചപ്പാത്തിക്ക് കുഴക്കില്ലേ സാധാരണ, അതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കാം. വിധം കുഴച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ആക്കണം. ഇപ്പൊ കണ്ടോ, ഇപ്പൊ മാവ് നല്ലപോലെ സ്മൂത്ത് ആയി കഴിഞ്ഞു. ഇനി ഞാനിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പറാത്ത ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് പറാത്ത ചുട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഒരുപാട് നല്ല സ്മൂത്തായി കഴിഞ്ഞു കേട്ടോ. കാരണം പൊട്ടാറ്റോ ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല സ്മൂത്താണ്. നല്ല സൂക്ഷിച്ച് നോക്കി പതുക്കെ പരത്തിയാൽ മതി. ഈ ഒരു ഇപ്പൊ നല്ലൊരു ഈവൺ ആയിട്ടുണ്ട്, എല്ലാ സൈഡും ഒരേ കനത്തിൽ വന്നു. ഇനി നമുക്ക് ദോശക്കല്ലിട്ടിട്ട് ചുട്ടെടുക്കാം. അടുത്ത സൈഡും തിരിച്ചിട്ട് നോർമൽ ചപ്പാത്തിക്ക് പരത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പറാത്ത പൊങ്ങി വരുന്നൊക്കെയുണ്ട്. അപ്പൊ നല്ല വശം രണ്ട് വശവും നല്ലപോലെ ആയിക്കഴിഞ്ഞു. എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഓയിലായിട്ട്. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഒരു 2-3 പറാത്ത ചുട്ടെടുക്കാം. കണ്ടോ, നമ്മൾ ചപ്പാത്തി, അതായത് നമ്മുടെ പറാത്ത എല്ലാം റെഡിയായി. നല്ല മിന്റ് പൊട്ടാറ്റോ പറാത്ത റെഡിയായി കഴിഞ്ഞു. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ എന്തൊരു സ്മൂത്താണെന്ന്. എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ മടക്കാം. എന്തെങ്കിലും കറികൾ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാം, ഇല്ലെങ്കിൽ കറികൾ ഇല്ലാതെയും സുഖമായിട്ട് തനിയെ കഴിക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരോ അല്ലെങ്കിൽ കുറച്ച് അച്ചാറോ ഉണ്ടെങ്കിൽ നന്നായി കഴിക്കാം. ഇപ്പൊ ഞാനിപ്പോ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല ഇവിടെ ഉള്ളവർക്ക്. ഇവരിന്ന് ഇങ്ങനെ തന്നെ ഈ ചപ്പാത്തി കഴിക്കും, ഇങ്ങനെ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിന്ന് ഇങ്ങനെ തന്നെ കഴിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്മൂത്താണ് കേട്ടോ. ഇതൊന്നൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നല്ല ചപ്പാത്തി, നല്ല ടേസ്റ്റി, വളരെ നന്നായിട്ടുണ്ട്. തീരെ പ്രതീക്ഷിച്ചില്ല. ഇത് എന്റെയും ഒരു പരീക്ഷണമായിരുന്നു ഇന്ന്. എല്ലാ ഫ്ലേവറും നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം, അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.